ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എനിക്ക് ഇച്ചിരി സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. ഒച്ച ഉണ്ടാവില്ല ചിലപ്പോൾ. ഇന്ന് എൻ്റെ പിറന്നാളാണ്. നാളെ പിറന്നാളെന്ന് പറയില്ലേ, അതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, നാളെ പിറന്നാൾ. അപ്പോൾ എപ്പോഴും ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞിട്ടാണ് വരാറ്. എനിക്ക് ഡേറ്റ് ഓഫ് ബർത്താണ് കുറച്ചുകൂടി പ്രധാനം, എനിക്ക് കേട്ടോ. പക്ഷെ വീട്ടിലെല്ലാവർക്കും പിറന്നാളിനോടാണ് കുറച്ചും കൂടി ഇത്. നല്ല ഉറക്കപ്പിച്ചുണ്ട് എനിക്ക്. ഞാൻ അലാമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു 7 മണിക്ക്. പക്ഷെ അതിന് മുന്നേ തന്നെ എണീച്ചു. അപ്പോൾ ഇന്ന് ഈ സമയത്തൊന്നും എണീക്കാറില്ല, കോളേജ് ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അമ്പലത്തിലൊക്കെ രാവിലെ പോവാറുണ്ട് പിറന്നാൾ ദിവസം. അപ്പം അങ്ങനെ പോവാം. അങ്ങനെ ഇന്നത്തെ ഒരു ഡേ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഞാനൊരു 2 വർഷം മുന്നേയുള്ള എൻ്റെ ബർത്ത്ഡേ സൂപ്പറായി ആഘോഷിച്ചാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന ഒരാളായിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും എനിക്ക്. എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ എന്തോ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചൊരു 2 വർഷമൊക്കെ ആയിട്ട് എനിക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല. എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ സാധാ ഒരു ഡേ തന്നെയാണ്. കാരണം ഇപ്പോൾ എൻ്റെ 2 വർഷം കഴിഞ്ഞ ബർത്ത്ഡേക്കും ഇപ്പം ഞാൻ അത്ര അടിപൊളിയായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഞാനായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് കേക്കോ ഡ്രസ്സോ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഒരു ബർത്ത്ഡേ ഇപ്പോൾ എനിക്ക് പക്ഷേ ഒരു 2 വർഷം കഴിഞ്ഞ് വരുന്ന ഒരു ബർത്ത്ഡേക്ക് എനിക്ക് ഭയങ്കര അടിപൊളിയായി സെലിബ്രേറ്റ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ആ ഒരു ബർത്ത്ഡേ കുറച്ച് സ്പെഷ്യലാക്കുന്നത്. പക്ഷേ ഇതൊക്കെ എനിക്കൊരു നോർമൽ ഒരു ഡേ തന്നെയാണ്. പക്ഷേ ഓക്കെ, എൻ്റെ പിറന്നാളാണ്. എൻ്റെ വീട്ടിൽ ഇപ്പം പിറന്നാളായതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ വിഷ് ചെയ്യും. ഡേറ്റ് ഓഫ് ബർത്ത് കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പിറന്നാളായതുകൊണ്ട് തന്നെ എന്നെ എല്ലാവരും വിഷ് ചെയ്യും. അങ്ങനെയാണ്. അപ്പം ഞാനിന്ന് എൻ്റെ കോളേജിൽ കുറച്ച് എനിക്ക് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരോട് നമുക്ക് ഉച്ചയ്ക്ക് വീട്ടിൽ വരാം. എൻ്റെ കോളേജ് അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ വീട്ടിലേക്ക് വന്ന് ഇങ്ങനെ ഞാൻ പിന്നെ വേറെ എന്താ വെച്ചാൽ എനിക്കെന്ന് പറഞ്ഞാൽ സദ്യ എന്ന് പറഞ്ഞ സാധനമേ ഇഷ്ടമല്ല. പക്ഷേ അമ്മൂമ്മയും പറഞ്ഞു കുട്ടികളെയൊക്കെ വിളിക്കേണ്ടി നമ്മൾ സദ്യ കൊടുക്കണ്ടേ. അപ്പോൾ സദ്യ അപ്പം ഞാൻ വെച്ചാൽ അവരോട് ഒന്ന് ഫുഡ് കഴിക്കാൻ വരാൻ പറയാം. ഇനിയിപ്പോൾ അടുത്ത ബർത്ത്ഡേക്കൊക്കെ എല്ലാവരും എവിടെയാണ് എന്തൊന്നും അറിയില്ലല്ലോ. ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങനെ സദ്യ കഴിക്കാൻ അവരെ കൊണ്ടുവരാം. എന്നിട്ട് അതിങ്ങനെ കോളേജിൽ പോവാം. ഉച്ചയ്ക്ക് കുറച്ച് നേരം കഴിച്ച് കഴിഞ്ഞ് പോവാമല്ലോ, അടുത്തുമാണ്. അറ്റൻഡൻസ് വെറുതെ കളയണ്ടല്ലോ. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു മെമ്മറിയായി എടുത്ത് വയ്ക്കാം. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനത്തൊരു വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ എല്ലാം ഇതിൽ ചെയ്യുന്നതൊക്കെ പൊതുവേ പുതിയതാണ്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു പിറന്നാൾ വ്ളോഗൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് തന്നെ ഇത് കാണാനൊരിതാവുമല്ലോ. നിങ്ങൾക്ക് എത്ര കേക്ക് ഇടുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇത്രയും ഒച്ചെടുക്കാൻ പറ്റുള്ളൂ. രാവിലെ എണീച്ചതിൻ്റെ ഒരു മപ്പ് തലയൊക്കെ അങ്ങനെ. അപ്പോൾ രാവിലെ ഫസ്റ്റ് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കുളിക്കും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയോ കുടിക്കുകയോ എന്തൊക്കെയോ ചെയ്യുള്ളൂ. അപ്പം ഞാൻ ഓരോന്നോരോന്നായി കാണിച്ചു തരാം. അപ്പം ഇന്ന് എൻ്റെ ഒരു പിറന്നാളാണ്. എൻ്റെ പിറന്നാൾ വ്ളോഗാണ് ഇന്നത്തെ നക്ഷത്രം. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുമല്ലോ. സോ ഇതാണ്. ഹാപ്പിയാണോ ചോദിച്ചാൽ ഹാപ്പിയാണ്. കാരണം ഓരോ വർഷം കൂടുമ്പോൾ ഞാൻ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഏജ് കൂടുകയാണ്. എനിക്ക് ഓരോ സത്യം പറഞ്ഞാൽ നമുക്ക് ഓരോ ഏജ് കൂടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷമുണ്ട് ഇത്രയും കാലം ഞാൻ ഈ ലോകത്ത് ജീവിച്ചതിൽ ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ മിന്നായം പോലെ മുത്തശ്ശൻ വിഷ് ചെയ്യുന്നത് കേട്ടു. ഹാപ്പി പിറന്നാളെന്നോ അങ്ങനെ പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ എണീറ്റ് ഭയങ്കര ശരിക്കും എന്നെ വിഷ് ചെയ്യും. അപ്പം ഞാൻ വിഷ് ചെയ്യുന്നൊക്കെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് എടുക്കാൻ പറ്റും. അവർ വിഷ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവില്ല. ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണെന്ന്. അങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ വിളിക്കും. കുറച്ച് നമ്മുടെ കുറച്ച് അച്ഛൻ, മേമ, പിന്നെ ഇവരെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ പിന്നെ ചിലപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അങ്ങനെയൊക്കെ ഞാൻ വിഷ് ചെയ്യും. ഡേറ്റ് ഓഫ് ബർത്താണ് മെയിൻ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയായിരിക്കും. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞാനതിലൊരാളോട് പറഞ്ഞു, എനിക്ക് വയ്യായിരുന്നല്ലോ. അപ്പം എനിക്ക് പൊതുവേ ഇങ്ങനെ
ഈ ഒരു ടൈമിൽ ഇങ്ങനെ വയ്യായകൾ വരാറുണ്ട്. ഇങ്ങനെ പിറന്നാളൊക്കെ വരുന്ന കുറച്ച് ദിവസം മുന്നേ വയ്യായ വരാറുണ്ട്. പിന്നെ അങ്ങനെ പറഞ്ഞു പിറന്നാളിൻ്റെ ആകും. അപ്പോൾ അവളെന്നോട് ചോദിച്ചു എപ്പോഴാണ് KP വരുന്നത് ചോദിച്ചപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഷോർട്സിലൊക്കെ വ്ളോഗിൽ അത്ര കണ്ടു കാണില്ല, രണ്ടുപേരും നാട്ടിലില്ലാത്തവരാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് പറയാം ദിവസം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവളോടൊന്ന് പറയണം. ഒരാളോട് ഞാൻ അറിയാണ്ട് മറ്റേ അടുത്ത ആളോട് ശ്രീനോട് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ശാരദയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശ്രീക്ക് ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും എന്ന് പറയും 2 പേരോട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ. അങ്ങനത്തെ ഒരു പിറന്നാൾ വ്ളോഗാണ്. ഒന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് കുളിക്കുന്ന സമയത്തൊന്ന് മുഖമൊക്കെ ഒന്ന് വൃത്തിയാകണം. കാരണം മുഖമൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടുണ്ട്. ഒന്നും ചെയ്യുന്നില്ല, കെയർ ചെയ്യുന്നില്ല. പിന്നെ വെയ്യാത്തതുകൊണ്ട് തലയിൽ കുളിച്ചിട്ട് കുറേ ആയി. അപ്പോൾ ഒന്ന് വൃത്തിയിൽ കുളിക്കണം എന്നൊക്കെ വിചാരിക്കും. എനിക്കിപ്പോഴും അസുഖമുണ്ട്. പക്ഷെ എന്താ പോലെ ഇന്ന് പിറന്നാളായതുകൊണ്ട് പിന്നെ അമ്പലത്തിൽ പോകണം എന്നുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് ആണ്. സോ വെൽക്കം ബാക്ക് ടു ലെഗ് സ്റ്റോറീസ് ഗൈസ്. ഞാനിതുവരെ നിങ്ങളെ വെൽക്കം ചെയ്തില്ല അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ്. ഓക്കെ, ഹാപ്പി പിറന്നാൾ ടു മീ. താങ്ക് യു. ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു. കറക്റ്റ് സമയത്ത് മുത്തച്ഛൻ പറഞ്ഞു എൻ്റെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അറിയില്ല. അപ്പം ഞാനൊന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് നേരെ ആവി പിടിക്കാൻ പോയി. ഞാൻ വെയ്യാന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ ആവി ഒന്ന് പിടിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുളി കഴിഞ്ഞപ്പോൾ കുറേ ദിവസമായിട്ട് തല കുളിക്കുന്നു. അപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ട് തൊണ്ടയ്ക്കൊക്കെ. എന്നാലും കുഴപ്പമില്ല, പിറന്നാളാണല്ലോ. ഇനി നമ്മൾ ജസ്റ്റ് ഡ്രസ്സ് ചെയ്യുന്നു, എന്നിട്ട് നേരെ അമ്പലത്തിൽ പോകുന്നു. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആവാനായി. അപ്പോൾ കോളേജിൽ ആ ഒരു ലേറ്റ് ആവണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സമയത്ത് ഇറങ്ങുന്നത്. ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു ചെനക്കത്തൂരാണ്. നിങ്ങൾ പൂരത്തിൻ്റെ ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കുഴപ്പമില്ല, ഞാൻ വിക്സൊക്കെ തേച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനൊന്ന് പൂജാമുറി തൊഴുത്ത് അത് കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് അങ്ങനെ ഇറങ്ങുകയാണ്. ഇനി എല്ലാം ഷടപടാന്നാണ്. കാരണം കുളിക്കുക ഇച്ചിരി ലേറ്റായി, അതാണ് ഉണ്ടായത്. മുഖമൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ട് മുഖം. പക്ഷെ ഇവിടെയൊക്കെ കണ്ടു കുരുവൊക്കെ വരാൻ തുടങ്ങി വീണ്ടും. അതിന് കുറച്ചു നേരം കുരുവൊക്കെ നോക്കിയിരുന്ന് വേഗം ഫ്രഷ് ആയത് അമ്പലത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അതിന് മുന്നേ മുത്തശ്ശൻ പൂജാമുറിയിൽ നിന്ന് നമ്മുടെ ഈ ഗംഗ വാട്ടറില്ലേ, ഗംഗയിൽ എപ്പോഴോ പോയപ്പോൾ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ്. സോ പിറന്നാൾ ദിവസം അത് കുടിക്കുന്നൊരു ചടങ്ങ് വിടുന്നുണ്ട്. അത് കുടിച്ചു. എന്നെ കാണാല്ലേ ഇത് ബർത്ത്ഡേ വ്ളോഗ് ഉണ്ട്. ബൈ. പിന്നെയും കുറച്ചു നേരം നമ്മളങ്ങനെ ഭംഗിയൊക്കെ നോക്കിയിരുന്ന് എങ്ങനെയാണ് ക്യാമറയിൽ കാണാൻ കൊള്ളൂ അങ്ങനെയൊക്കെ നോക്കിയിരുന്ന് നമ്മളിതാ വണ്ടി എടുത്ത് നേരെ ചെനക്കത്തൂർ പോവാണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തത് ചെനക്കത്തൂരെത്തി. നല്ല തിരക്കായിരുന്നു. ഇന്നെന്തോ 30 വെള്ളിയാഴ്ചയോ അങ്ങനെ ഭയങ്കര വിശേഷമുള്ള ദിവസമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ തൊഴുതു. ഞാൻ ഉള്ളത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നന്നായി തൊഴുതു, പ്രസാദമൊക്കെ വാങ്ങി. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കോളേജിലേക്ക് പോവുകയാണ്. എന്നിട്ട് അപ്പോൾ കുറച്ച് നേരം പിന്നെ അവിടെ നിന്ന് നമ്മളൊന്ന് വെറുതെ ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്തു. പിന്നെ എന്നെ അച്ഛൻ്റെ അനിയൻ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് നിന്നു. അങ്ങനെ ഞാൻ കോളേജിൻ്റെ വഴിയിലെത്തിയപ്പോൾ ഞാൻ ദൂരത്തുനിന്നേ ഷംജിക്കാനെ കണ്ടു. ഷംജിക്കാൻ്റെ സീനിയറായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം മൂപ്പരോട് നന്നായി സംസാരിച്ചിരുന്നു. അവിടെ നിന്ന് റെമീനെ പിക്ക് ചെയ്ത് പിന്നെ ഞാനും റെമി ഐഷും ഞങ്ങളെല്ലാവരും കൂടി ക്ലാസ്സിലേക്ക് നടക്കുകയാണ്. പിന്നെ അങ്ങനെ നമ്മൾ ക്ലാസ്സിലെത്തി. ഫസ്റ്റ് അവർക്ക് കഴിഞ്ഞു. സെക്കൻഡ് അവറിൻ്റെ ആ ഒരു ടൈമിലൊക്കെ നമ്മളിതാ ഫുഡ് കഴിച്ചു. ഞാൻ കഴിച്ചില്ല, ഇവരൊക്കെയാണ് കഴിച്ചത്. അനീറ്റ് എല്ലാവർക്കും വാരിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരുന്നു. പിന്നെ എനിക്ക് പ്രോഗ്രാമിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പറയാനുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഇവരെനിക്ക് സർപ്രൈസ് പ്ലാൻ ചെയ്തതായിരുന്നു. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂട്ടോ വീഡിയോ. ചെറുതായിട്ട് അതൊന്ന് ഫ്ലോപ്പായി. കാരണം അവർ 3 പേരും കൂടി ഒരുമിച്ച് തരാനായിരുന്നു പ്ലാൻ. പക്ഷെ ആദ്യമേ റെമി എനിക്ക് തന്നു. ഹലോ ഗായ്സ്, ഇന്ന് ലക്ഷ്മി കേപ്പിന്റെ പിറന്നാളാണ്. ഞങ്ങളൊന്ന് ഉച്ചയ്ക്ക് ലക്ഷ്മി കേപ്പിന്റെ വീട്ടിൽ പോകുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് നിങ്ങളൊന്നും ചെയ്യാത്തത് ഇപ്പോഴും ബഹളാട്ടോ. ലക്ഷ്മിയുടെ പിറന്നാളായതുകൊണ്ട്
സർപ്രൈസ് പ്ലാൻ ചെയ്തു. പക്ഷേ സെക്കൻഡ് സർപ്രൈസ് അവിടെ സക്സസ് ആയി. കാരണം ഞാൻ ശരിക്കും തിരക്കില്ലായിരുന്നു, അപ്പോഴാണ് അവർ തന്നത്. സോ ഞാൻ അവിടെ സർപ്രൈസ്ഡ് ആയി. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് എൻസൈറ്റിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു പ്രോഗ്രാം വരുന്നുണ്ടല്ലോ, അതിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനും ഗോപിക്ക് റമി എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഐഷു അനിയത്തി ഓൾറെഡി സ്കൂട്ടി പോയിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങൾ ബസ്സിലിരിക്കുന്ന സമയത്തേ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും ബസ് പിടിച്ച് എൻ്റെ സ്റ്റോപ്പ് എത്തിയപ്പോൾ അവിടെ ഓട്ടോയിൽ കയറി ഞങ്ങളിതാ പോവുകയാണ് വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ വീടൊക്കെ എത്തി നേരെ സദ്യയിലേക്ക് കിടക്കും. നമുക്ക് കുറച്ച് സമയമുള്ളൂ, ഇത് കഴിഞ്ഞാൽ നമുക്ക് വേഗം കോളേജിൽ പോകണമല്ലോ. അപ്പോൾ അമ്മുമ്മയും അമ്മയും എല്ലാവരും ഇങ്ങനെ സദ്യയൊക്കെ വിളമ്പുന്നുണ്ട്. ഏട്ടനും വന്നിരുന്നു. അപ്പോൾ ഐഷുവിൻ്റെ ഷോർട്ട് വീഡിയോ ഉണ്ട്, അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അവൾ അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തായാലും കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോരോ വിഭവങ്ങൾ ഇവരൊക്കെ വിളമ്പുന്നുണ്ടായിരുന്നു. വലിയ സദ്യ ഒന്നുമല്ല, എന്നാലും ഒരു തട്ടിക്കൂട്ട് സദ്യ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് സദ്യ വലിയ ഇഷ്ടമല്ലാന്ന്. എൻ്റെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം തോന്നുന്നു ഞാൻ സദ്യ കഴിക്കുന്നത്, പിറന്നാളിന് സദ്യ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ സദ്യയൊക്കെ കഴിക്കാൻ തുടങ്ങി. എന്നെക്കാട്ടും ഏറ്റവും കൂടുതൽ സദ്യ കഴിച്ചത് അവരായിരുന്നു. കാരണം അവരായിരുന്നു പിന്നെയും എടുക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് വയറ് അത്യാവശ്യം ഫുള്ളായിരുന്നു. പിന്നെ നമ്മളൊരു ചടങ്ങ് പോലെ ഒരു ആചാരമുണ്ട്, ഒരു ടൈമും കൂടി നമുക്ക് ചോറ് വിളമ്പി തരണം, അത് മതിയെന്ന് നമ്മൾ പറയരുത്. അപ്പോൾ ഒരു കുറച്ച് ചോറും കൂടി എനിക്ക് വിളമ്പി തന്നു, അതുകൂടി കഴിച്ചു. പായസം ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ കഴിച്ചുള്ളൂ. ഇനി ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് വേണം ഫുഡിൻ്റെ കൂടെ എനിക്ക് പായസം കൂടിയും കുടിക്കാൻ. റമിക്കാണ് ഏറ്റവും കൂടുതൽ സദ്യ പായസം ഒക്കെ ഭയങ്കര ഇഷ്ടം. അവളാണ് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് സദ്യ കഴിച്ചത്. പിന്നെ അനീറ്റയ്ക്കാണ് സദ്യ വലിയ ഇഷ്ടം. പക്ഷെ ഏറ്റവും ആസ്വദിച്ച് കഴിച്ചത് റമി തന്നെയാണ് ഏറ്റവും കൂടുതൽ നന്നായി ആസ്വദിച്ച് കഴിച്ചത്. അവളുടെ പിറന്നാൾ പോലെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത്. അവിടെ ഐഷു ഇതിൻ്റെ വീഡിയോ ക്ലിപ്പിലൊക്കെ പറയുന്നുണ്ട്, പിറന്നാൾ കുട്ടിക്കാണ് ഇതൊക്കെ വിളമ്പി എടുക്കേണ്ടത്, ഇതിപ്പോൾ ഇവൾക്കാണ് എടുക്കുന്നത്. പക്ഷെ എന്തായാലും അവരാണല്ലോ ഹാപ്പി ആവേണ്ടത് എൻ്റെ പിറന്നാളിന് വന്നിട്ട്. സോ അവരെല്ലാവരും ഹാപ്പി ആണെന്ന് എന്നോട് പറഞ്ഞു. വെറുതെ പറഞ്ഞതാണെങ്കിലും എനിക്ക് സന്തോഷമായി. വെറുതെ പറഞ്ഞതല്ല, സീരിയസ് ആയി പറഞ്ഞതാണ്. റമി പറയുന്നുണ്ടായിരുന്നു, നക്കുന്നൊന്നും എടുക്കല്ലേ KP, വീഡിയോയിൽ കാണിക്കില്ലേ അതൊന്നും, അങ്ങനെയൊക്കെ. അതൊക്കെ കഴിഞ്ഞ് മുത്തശ്ശൻ ഫുഡ് കഴിക്കായിരുന്നു. പിന്നെ അമ്മുമ്മയും അമ്മയൊക്കെ കഴിക്കാനിരുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ റമിയും അനീറ്റിയും സ്കൂട്ടിയിൽ പോവുകയാണ്. ഞാനും ഐഷും ഗോപിക്കും കൂടി ഓട്ടോ പിടിച്ച് പോവുകയാണ്. അപ്പയ്ക്ക് അച്ഛനെത്തി. അപ്പം അച്ഛനെ ജസ്റ്റ് ഒന്ന് കണ്ടു. ഞങ്ങൾ ഒരു കുറച്ച് നേരം ഒന്ന് ബസ് കാത്തു നിന്നു. എന്നാലും പെട്ടെന്ന് ബസ് വന്നു. നമ്മളങ്ങനെ ബസ്സിലൊക്കെ കയറി. പിന്നെ റമീനെ കോളേജിൽ കൊണ്ടാക്കിയിട്ട് അനീറ്റ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ത്രിബിളൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. ഗോപികേനെ ആദ്യം കൊണ്ടുപോയി, അത് കഴിഞ്ഞിട്ട് എന്നെയും ഐശ്വനെയും ത്രിബിൾ അടിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കോളേജിലെത്തി. കോളേജിൽ വരാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, അറ്റൻഡൻസ് കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈവനിങ് ആയി, എല്ലാവരും വീട്ടിൽ പോകാനായി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിലത്തെ വീഡിയോസൊന്നും എടുത്തില്ല, അങ്ങനെ വെറുതെ ഇരുന്ന് സംസാരിക്കുകയെന്ന് എല്ലാവരും കൂടി. അത് കഴിഞ്ഞ് ഞാൻ വീടെത്തി. എല്ലാം ഷടപടേന്നായിരുന്നു. അപ്പോൾ ലുട്ടാപ്പി, അതാണ് ഇവൻ്റെ പേര്. അപ്പോൾ ഗൈസ് നമ്മളിതാ വീട്ടിലെത്തി എന്ന് പറഞ്ഞാൽ കോളേജൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ടയേർഡായി പക്ഷെ നല്ലൊരു ഡേ ആയിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് സദ്യയൊക്കെ കഴിച്ച് ഇനി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് മുന്നിൽ തന്നെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിലൊന്ന് പോയി തൊഴുകണം ഒരു സന്ധ്യ സമയമാകുമ്പോൾ. അങ്ങനെ ഇന്നത്തെ ഒരു ഡേ അങ്ങോട്ട് തീരുകയാണ്. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് അച്ഛനെത്തി. അച്ഛനോട് സദ്യയൊന്നും കഴിക്കാൻ പറ്റിയില്ല, കാരണം അച്ഛൻ അപ്പം എത്തിയുള്ളൂ ഉച്ചയ്ക്ക്. ഞങ്ങൾക്ക് അപ്പയ്ക്ക് കോളേജിൽ എത്തണമായിരുന്നു. പിന്നെ അങ്ങനെ തീർന്നു. പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി തലവേദന മൂടായിരുന്നു. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ഞാൻ, കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കേ വരുന്നുള്ളൂ. ഇപ്പോൾ ഇച്ചിരി തലവേദനയ്ക്കുണ്ട്. ഒരു ചായ കുടിച്ചാൽ റെഡിയാവുമായിരിക്കും. അങ്ങനത്തെ ഒരു വ്ളോഗായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ന് നടന്ന സംഭവങ്ങൾ. വലിയ സംഭവങ്ങളൊന്നും നടന്നില്ല, ഒരു പിറന്നാളല്ലേ. അപ്പം ഇന്ന് ഒഫീഷ്യലി എനിക്ക് ഇത്ര വയസ്സായി. എത്ര വയസ്സാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും എനിക്ക് ഇത്രയായി. നമ്മൾ വീട്ടിലൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ പറയാം ഡേറ്റ് ഓഫ് ബർത്തിന് ആ ഒരു ഏജ് ആവുള്ളൂ എന്നാണ്. പക്ഷേ വീട്ടിലൊക്കെ ഈ നാളിനാണ് നമുക്കൊക്കെ ആ വയസ്സാവുക, അങ്ങനെയാണ് പറയാറ്. അപ്പം എനിക്ക് ആ ഒരു ഏജ് ആയി. ഇപ്പോൾ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യും,
ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായി മുന്നത്തെ അമ്പലത്തിൽ പോകും. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അതും കൂടിയുള്ളൂ ഇന്നത്തെ ഒരു ഡേ. പിന്നെ ഞാൻ രാത്രി ഒന്നും സ്പെഷ്യലൊന്നുമില്ല. അപ്പം ഞാൻ അതോടെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കും, എൻഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, അതാണ്. അങ്ങനെ നമ്മളിതാ അമ്പലത്തിലൊക്കെ വന്നു. മുന്നിലത്തെ അമ്പലത്തിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഇറങ്ങി അപ്പോഴേക്കും അവിടെ അടച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂട്ടി എടുത്ത് ഈ അമ്പലത്തിൽ പോകാൻ. ഇത് ശ്രീ കുടുംബക്കാവാണ്, കുറച്ചടുത്താണ്, സ്കൂട്ടി എടുത്ത് പോകാനുള്ള ദൂരേ ഉള്ളൂ. ഇന്ന് വിശേഷ ദിവസം ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു, ചെണ്ടമേളം അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നേദ്യം കൊടുക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു നമ്മൾ. നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതാ നേരെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അമ്പലത്തിലൊക്കെ തൊഴുതു. ഞാൻ മുന്നത്തെ അമ്പലത്തിൽ പോകണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പോകാൻ പറ്റിയില്ല. കാരണം അവിടെ അപ്പളേക്കും അടച്ചിരുന്നു. അപ്പോൾ ഞാൻ നേരെ ഇവിടെ അടുത്തിന് വേറൊരു അമ്പലമുണ്ട്. ഞാൻ എപ്പോഴും രാവിലെ പോകുമ്പോൾ തൊഴുകാറുണ്ട്, സ്കൂട്ടിയിൽ വൈകുന്നേരം വരുമ്പോഴും തൊഴുകാറുണ്ട്. ഇങ്ങനെ ജസ്റ്റ് തലയിൽ കൈ വെച്ച് തൊഴുത്തുള്ളൂ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗ്, ഒരു പിറന്നാൾ ഡേ എങ്ങനെയായിരുന്നു എന്നാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സോ ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.